എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ ഒരു പ്രേതാനുഭവം. ഞാൻ രതീഷ്. ഞാനിവിടെ പറയുന്നത് എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ ഒരു പ്രേതാനുഭവമാണ്. പ്രേതാനുഭവം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ അനുഗ്രഹിക്കുക. അപ്പോൾ ഇനി കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. അപ്പോൾ ഇനി കഥയിലേക്ക് പോകാം. ഞാൻ വളരെ വൈകിയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതും ഉദ്ദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 12 മണിക്ക് ശേഷം അത്താഴം കഴിഞ്ഞ് നേരെ കിടപ്പുമുറി പോയി കിടന്നു. പെട്ടെന്ന് ഉറക്കം വന്നത് കാരണം എപ്പോഴോ ഉറങ്ങി. പെട്ടെന്ന് എവിടെ നിന്നൊരു കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. ഞാൻ ചുറ്റും നോക്കി. പെട്ടെന്ന് ഇരുട്ടായതുപോലെ എൻ്റെ ഫോണിലെ വെട്ടം കണ്ടതും എനിക്ക് ഫാൻ ഇടാൻ നോക്കിയപ്പോൾ മനസ്സിലായി കറണ്ട് പോയതാണെന്ന്. അങ്ങനെ ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു. ആ സിഗരറ്റിൻ്റെ വെട്ടത്തിൽ ഞാൻ ചുറ്റും നോക്കി. ആരുമില്ല. അങ്ങനെ പെട്ടെന്നൊരു പാദസരത്തിൻ്റെ ശബ്ദവും കേട്ടു. ഞാൻ ചുറ്റും നോക്കി. ഒരു വെള്ളസാരി ഉടുത്ത ഒരു സ്ത്രീരൂപം എങ്ങോ തെന്നി മാറുന്നു. എന്നിട്ട് തൊട്ട് മുകളിലത്തെ മുറിയിൽ നിന്നും എന്തോ ആരോ അടക്കിപ്പിടിച്ചിട്ടുള്ള സംസാരം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ മുകളിൽ ചെന്നതും ഞാൻ അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആ മുറിയിൽ ഒരു സ്ത്രീ ഫാനിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടിരിക്കുന്നു. അവിടെ അവരുടെ അമ്മയും അച്ഛനും ഇത് കണ്ട് കൂട്ടക്കരച്ചിലായിരുന്നു. ചെവി അറിയാതെ ഞാൻ ആ താഴേക്ക് ഇറങ്ങി ഓടി. എന്നിട്ട് ഞാൻ തനിച്ചായിരുന്നത് കാരണം ഞാൻ മുറിയിൽ കയറി പെട്ടെന്ന് തന്നെ കിടക്കയിൽ കിടന്നു. എപ്പോഴോ ഉറങ്ങി. നേരം വെളുത്തതിന് ശേഷം എൻ്റെ വിറവൽ കണ്ടതും എനിക്ക് പേടിപ്പനിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ പതിവായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ